വരെ നമ്മൾ യാത്രയിലാണ്. നമ്മൾ നേരെ മലപ്പുറത്തേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ തിരുനാവായയിൽ നീളാരതി കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് പോകുന്ന യാത്രയിലാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ നീളാരതിയുടെ ഫുൾ വീഡിയോ വന്നിട്ടുണ്ടായിരിക്കും. അപ്പം നീളാരതിയുടെ മാത്രം വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അല്ലാതെ അവിടെ നടക്കുന്ന ബാക്കി പരിപാടികളൊന്നും നമ്മുടെ ചാനലിൽ കാണത്തില്ല. അപ്പോൾ ജസ്റ്റ് നീളാരതി കാണാൻ ആഗ്രഹമുള്ളവർ അവർ മാത്രം നമ്മുടെ വീഡിയോ കണ്ടാൽ മതി. അല്ലാത്ത അവിടുത്തെ സ്വാമിമാരുടെ പരിപാടിയോ ഒന്നും നമ്മൾ എടുക്കുന്നതായിരിക്കത്തില്ല. അത് ഇപ്പോഴേ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ ഒന്നും വരത്തില്ല. അപ്പോൾ നീളാരതി കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിത് പാലിക്കര ടോളൊക്കെ കഴിഞ്ഞ് നമ്മൾ കോട്ടയത്ത് നിന്ന് വരുമ്പോൾ ഒരു ടോളേ ഉള്ളായിരുന്നു. പാലിക്കര ടോൾ പാസയാണ് ഇപ്പം കാണുന്നത്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. രാവിലെ ഇറങ്ങിയതാണ്. വെളുപ്പിനെ നമ്മളൊരു 4 മണി 5 മണി 5 മണി 5:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. ഏകദേശം ഒരു 220 കിലോമീറ്ററിനടുത്തുണ്ട് വൺ സൈഡ്. അപ്പം യാത്രയിലാണ്. അതിനിടയ്ക്കൊരു വണ്ടി ഭാരത് പെട്രോളിയം കൊണ്ട് വണ്ടി തിരിഞ്ഞു പോവുകയാണ്. ഓടിച്ചില്ല. അപ്പം ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2-3 സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന യാത്രയൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏകദേശം രാവിലെ ഒരു 5:30 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. നമ്മൾ മലപ്പുറത്തേക്കാണ് പോകുന്നത്. മലപ്പുറം തിരുനാവായയിൽ നടക്കുന്ന നീളാരതി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ യാത്ര. അപ്പം ഇന്ന് അവിടുത്തെ ലാസ്റ്റ് തീരുന്ന ദിവസമാണ്. ഇന്നും കൂടെ ഉള്ളൂ. അപ്പം നമ്മുടെ കേരളത്തിൽ ഏകദേശം 270 വർഷം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതിലൊന്നും കാര്യമില്ല. ഇതൊക്കെ ഒരു ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള പരിപാടിയാണ്, ഒരു അജണ്ടയുടെ ഭാഗമായിട്ടുള്ള എന്നൊക്കെ തോന്നും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പരിപാടിയാണ്. അപ്പം മഹാമാഘ സംഗമം എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഏകദേശം നമ്മൾ തവനൂരിൽ നിന്നാണ് ഇപ്പം കയറി വരുന്നത്. തവനൂർ ആണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്നൊരു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ, നമ്മൾ എത്താറായി. ഇന്നും ഒരു സൈഡിൽ കാണുന്നതാണ് നീളാനദിയാണ്. ഈ സൈഡിൽ കാണുന്നത് നീളാനദിയാണ്. ഇപ്പം വെള്ളമൊന്നുമില്ലാതെ എല്ലാം പറ്റിക്കിടക്കുകയാണ്. അപ്പം നമ്മൾ അടുക്കാറായി. ഏകദേശം അതിൻ്റെ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. അപ്പം കാണാം, ഈ കാണുന്നതെല്ലാം നീളാനദിയുടെ ഭാഗമാണ്. അതിൻ്റെ സൈഡിലുള്ള വഴി കൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പോവുകയാണ്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളത് ഈ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നീളാനദിയുടെ അടുത്ത് തന്നെ ഒരു പാർക്കിങ്ങൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു പരിപാടിയൊക്കെ നല്ലതാണ്. വൺ വേ ആണ്. ഇതിലെ വണ്ടി തിരിച്ചു വിടത്തില്ല. അങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. രാവിലെ തന്നെ ഒരു ഏകദേശം 11:30-12 മണിയൊക്കെ ആയപ്പോൾ നമ്മളിവിടെ ചെന്നിരിക്കുന്നത്. നല്ല തിരക്കുണ്ട്. അപ്പം വെജിറ്റേറിയൻ ബിരിയാണിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ തവനൂർ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇങ്ങനെ ഈ എൻട്രൻസാണ് നമ്മൾ കാണുന്നത്. അവിടെ ഒരു പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു സംഗീതാർച്ചന എന്തോ പരിപാടിയാണ് ഇങ്ങനെ നടക്കുന്നത്.
അമ്മയെ കണ്ടു തൊഴുന്നേ, പാട്ടുകൾ പാടി തൊഴുന്നേ, അമ്മയുടെ നാമങ്ങൾ പാടി തൊഴുന്നേ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അപ്പപ്പോൾ തോന്നുന്ന വേണമേ, അപ്പപ്പോൾ തോന്നുന്ന അക്ഷര കൂട്ടങ്ങൾ, അമ്മയ്ക്ക് നാമങ്ങൾ ആയിടേണമേ, അമ്മയ്ക്ക് നാമങ്ങൾ ആയിടേണമേ. അപ്പപ്പോൾ കാട്ടുന്ന കർമ്മങ്ങളൊക്കെയും, അപ്പപ്പോൾ കാട്ടുന്ന കർമ്മങ്ങളൊക്കെ, അപ്പപ്പോൾ കാട്ടുന്ന കർമ്മ. അപ്പോൾ സംഗീതാർച്ചനയൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നു. മറ്റേ കോഴിക്കോട് പ്രശാന്ത് വർമ്മയായിരുന്നു പുള്ളിയുടെ ഒരു പ്രോഗ്രാമാണ്. അമൃതാനന്ദമയുടെ ഒരു ഇതിലാണ് അവിടെ പരിപാടി നടക്കുന്നത്. ഈ സൈഡിൽ തവനൂർ ഭാഗത്ത് ഇവിടെ നിളാരതിയുണ്ട്. ഈ രണ്ട് സൈഡിൽ ആരതി നടക്കുന്നുണ്ട്. മഹോത്സവം എന്ന പ്രോഗ്രാമാണ്. അമൃതാനന്ദമയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അവിടെ സേവാഭാരതിയുടെ വെള്ളമൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. വെള്ളവും ഫുഡും ഒക്കെ അവർ നല്ല ഒരു അറേഞ്ച്മെൻറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. അവരുടെ ഒരു പ്രവർത്തനമൊക്കെ അടിപൊളിയാണ്. വരുന്നവർക്കെല്ലാം നല്ല ഒരു പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. നല്ല തിരക്കുണ്ട്. പ്രശാന്ത് വർമ്മയുടെ പരിപാടി കാണാൻ നിൽക്കുന്ന ആളുകളാണ് ബാക്കിൽ കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്. അപ്പം അവിടെ അന്നദാനമുണ്ട്. അവിടെ ഫ്രീ അന്നദാനമുണ്ട്. അന്നദാനം നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ അവിടുന്ന് 100 രൂപ കൊടുത്ത് ഒരു വെജിറ്റബിൾ ബിരിയാണി മേടിച്ച് കഴിച്ചിട്ട് നമ്മളത് നിളാരതി നമ്മുടെ രണ്ട് സൈഡിലുണ്ട് നിളാരതി. അപ്പം മെയിൻ ആരതി നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വഴി കൂടെ മണൽത്തട്ടിൽ കൂടെയൊക്കെ നടന്ന് നമ്മൾ നേരെ അക്കരയിലേക്ക് പോവുകയാണ്. അക്കരയല്ല, അടുത്ത നിളാരതി കാണാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം യജ്ഞവേദിയിലേക്ക് സ്വാഗതം. യജ്ഞവേദി ഒന്നും നമ്മുടെ ചാനലിൽ കാണിക്കത്തില്ല കേട്ടോ. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാണ്. അങ്ങനെ യജ്ഞവേദി കാണാനിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ നിർത്തിയിട്ട് പൊക്കോളുക. അപ്പം തോർത്തും കാര്യങ്ങളൊക്കെ നല്ല വെയിലായതുകൊണ്ട് വിൽക്കുന്നുണ്ട് അവിടെ. തോർത്തും കാര്യങ്ങളും എല്ലാവരും മൂടി തലയെല്ലാം മൂടി നല്ല വെയിലാണ്. അപ്പം ഇങ്ങനെ സ്വാമിമാരൊക്കെ പോകുന്നുണ്ട്. അപ്പം കുംഭമേള നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. ഇപ്പോൾ ഏകദേശം ഉച്ച സമയമായിട്ടുള്ളൂ. ആ സമയത്ത് ഈ തിരക്കാണെങ്കിൽ വൈകുന്നേരം 6:45 നിളാരതി തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസൊക്കെ അടിപൊളിയായിട്ട് അവർ ഒരു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നടക്കാനുണ്ട്. നല്ല വെയിലുമാണ്. കുടയൊക്കെ ആയിട്ടാണ് എല്ലാവരും പോകുന്നത്. കുടയില്ലാത്തവരെല്ലാം നല്ല തോർത്തൊക്കെ മേടിച്ച് തലക്കെട്ടൊക്കെ കെട്ടി. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുകയാണ്. കുറച്ചധികം നടക്കാനുണ്ട്. ഒരു 2-3 കിലോമീറ്ററെങ്കിലും 2-2.5-3 കിലോമീറ്ററെങ്കിലും നടക്കാനുണ്ട്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നുണ്ട്. അവിടെ കണ്ടു കഴിഞ്ഞ ശേഷം അവരിങ്ങോട്ട് വരുന്നതാണ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. ഇങ്ങനെ നേരെ നടക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് വെജിറ്റബിൾ ബിരിയാണി മേടിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ ഈ കാണുന്ന തിരുനാവായ ക്ഷേത്രത്തിൽ കൂടെ നമുക്ക് ഇങ്ങോട്ട് വരാം. അവിടെ ഒരു നദിക്ക് ഈ നദിയുടെ ഇതിലെ ഒരു പാലം പണിതിട്ടുണ്ട്. നമ്മൾ കാണുന്നതാണ് ഈ പാലത്തേക്കൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ ഇക്കരയ്ക്ക് വരാം. അപ്പം നമ്മൾ വന്നത് തവനൂർ ഭാഗത്തു നിന്നായതുകൊണ്ടാണ് ആ പാലത്തേക്ക് കയറാത്തത്. അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പം നമ്മുടെ തിരുനാവായ ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ അതിലെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നിള ആരതി നടക്കുന്ന സ്ഥലം. ഇപ്പം ആളുകളെയൊക്കെ അകത്ത് കയറ്റി ഫോട്ടോയൊക്കെ എടുക്കുന്നവരൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ കാഴ്ചകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്.
എല്ലാവരും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പം അവിടേക്ക് നമ്മുടെ ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആരതി കഴിഞ്ഞ് അവിടെ തീർത്ഥസ്നാനവും അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളതൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ തീർത്ഥസ്നാനമോ എന്തോ സംഭവം എനിക്കറിയില്ല, അതിനെപ്പറ്റി. ഇങ്ങനെ മുങ്ങി പാവങ്ങളൊക്കെ പോകുന്നതായിരിക്കും, പാവങ്ങളൊക്കെ ഉള്ളവർ മുങ്ങി കുളിക്കുകയൊക്കെ ചെയ്യട്ടെ. അപ്പം ഞങ്ങൾ 4 പേരാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നീളാരതി കാണാൻ വേണ്ടി. അപ്പം അവിടുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയങ്ങൾക്ക് ശേഷം നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പിടം റെഡിയാക്കിയിട്ടുണ്ട്. ആരും വന്ന് ഇരുന്നിട്ടില്ല. പക്ഷേ നമ്മളിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ആളുകളെല്ലാം വരാൻ തുടങ്ങി. പുറയിലെല്ലാം നല്ല ആളുകളായി. അപ്പം ഇങ്ങനെ ഒരു ബോട്ടിൽ ആളുകളെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ അവരുടെ അറേഞ്ച്മെൻ്റൊക്കെ അടിപൊളിയായിട്ടോ, ഒന്നും പറയാനില്ല. സേവാഭാരതിയൊക്കെയാണ്. അപ്പം ആളുകളൊക്കെ നിറഞ്ഞു. നല്ല വെയിലുണ്ട്, വൈകുന്നേരമായിട്ട് നല്ല വെയിലുണ്ട്. ആളുകളൊക്കെ നിറഞ്ഞു. നിങ്ങളിപ്പം കാണുന്ന ആ സൈഡുകളും ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് ആളുകൾ എല്ലാം കൊണ്ട്. നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അവസാന ദിവസം കൂടെ ആയതുകൊണ്ട് ഇനിയും 2 വർഷം കഴിഞ്ഞൊക്കെ ഉള്ളെന്നൊക്കെ പറയുന്നു, അറിയത്തില്ല. ഇലക്ഷൻ ആകുമ്പോൾ ഇനിയും വരുമായിരിക്കും ഇതുപോലത്തെ ആരതികളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ചുമ്മാ ഒരു ജസ്റ്റ് കണ്ണാടിയൊക്കെ വെച്ച് വെയിലായതുകൊണ്ട് ഇതൊക്കെയാണ് കാഴ്ചകൾ. നിങ്ങളൊക്കെ നിളാരതി കാണിക്കാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ആരതി മാത്രമേ കാണത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സ്വാമിമാരെയൊന്നും നമ്മുടെ ചാനലിൽ കാണിക്കുന്നില്ല. ആരതി കാണാൻ വന്നതാണെങ്കിൽ ആരതി കണ്ടിട്ട് പോവുക, അത്രേ ഉള്ളൂ. അപ്പം നിളാരതിയുടെ വീഡിയോ, ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അവിടുത്തെ ആരതി അടക്കുന്ന ആരതി കട്ട് എന്നൊക്കെ ഉണ്ടെന്നുകൊണ്ട് പറയുന്നത് അവിടുത്തെ ആളുകളെല്ലാം ഇറക്കി അവിടെ എല്ലാം ക്ലീനാക്കുകയാണ്. സേവാഭാരതിക്കാരാണ് എല്ലാം ചെയ്യുന്നത്. അവരുടെ ഒരു പ്രോഗ്രാമാണ് എന്ന് വേണേൽ പറയാം ഈ നിളാരതി എന്ന് പറഞ്ഞ സെറ്റപ്പ് പരിപാടി. അപ്പം അവിടുത്തെ ആളുകളെല്ലാം പുറത്തിറക്കി. ഓരോ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരതി നടത്തുന്ന ആളുകളൊക്കെയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തുനിന്ന് ബോട്ടിലാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, അവരാണ് വരുന്നത്. തുടങ്ങാറായ സമയത്ത് ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ ആരതി നടത്തുന്ന ആളുകളാണിപ്പം ഈ ബോട്ടിൽ വന്നിറങ്ങിയവർ. ഇങ്ങനെ സമയം പൊക്കോണ്ടിരിക്കുകയാണ്. വെയിലിങ്ങനെ താഴ്ന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. സേവാഭാരതിക്കാർ എപ്പോഴും ഇങ്ങനെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ല കാര്യമാണ്. ആളുകൾക്കൊരു റിഫ്രഷ്മെൻറ്റ് അവർ ഇടയ്ക്കിടയ്ക്ക് നൽകുന്നുണ്ട്. അപ്പം അടുത്ത ബോട്ട് വന്നു. ബോട്ടിൽ വന്നിരിക്കുന്നത് ഇത് നടത്തുന്ന മറ്റേ ഒരു പഴയ SFIക്കാരനെന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. ആ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. അറിയാവുന്നൊരു താഴെ കമൻറ്റ് ചെയ്യുക. ആ പുള്ളിയാണിപ്പോൾ വരുന്നത്. പുള്ളി ഇതിൻ്റെ യജമാനൻ, അങ്ങനെ എന്തോ സെറ്റപ്പ് പരിപാടിയാണ്. അപ്പം നിളാരതി തുടങ്ങാൻ സമയമായി. അപ്പം നിളാരതി നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ ഏകദേശം 45 മിനിറ്റ് നടക്കുന്ന നിളാരതി ഫുൾ വീഡിയോ നമുക്ക് നിളാരതി മാത്രമായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് നിളാരതി കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പം ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ തിരുനാവായിലെ നാവാമുകുന്ന ക്ഷേത്രത്തിനോട് വെച്ച് നിളാരതി നമുക്ക് കാണാൻ ആഗ്രഹമുണ്ടായിട്ടുണ്ട്. അപ്പം നിളാരതി നമ്മുടെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും കയറി കാണണം. ഫുള്ളും കണ്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ട്രാവൽ ചെയ്ത് നമ്മൾ എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ടൊന്ന് കണ്ട് സഹകരിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. BJPയുടെ RSS പ്രവർത്തകരൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ അവർ ഇടം കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉച്ചയ്ക്കൊക്കെ വന്ന് രാവിലെ തൊട്ടിരിക്കുന്നവരെല്ലാം മുണ്ടന്മാരായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് എല്ലാവരും. അപ്പം വീഡിയോ കയറി കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.